നമ്മൾ സമ്മാദിഠിയെക്കുറിച്ച് കേട്ടിരിക്കും. സമ്മാദിഠി എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള ദർശനം. അതെന്താണ്? ഇത് ദുഃഖമാണ് എന്നുള്ള അറിവ്, ദുഃഖത്തിൻ്റെ സമുദയത്തെക്കുറിച്ചുള്ള അറിവ്, ദുഃഖത്തിൻ്റെ നിരോധത്തെക്കുറിച്ചുള്ള അറിവ്, ദുഃഖനിരോധ മാർഗത്തെക്കുറിച്ചുള്ള അറിവ്. ഇതിനെയാണ് 4 ആര്യസത്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 ആര്യസത്യങ്ങളെ നമ്മൾക്ക് എങ്ങനെയാണ് അറിയേണ്ടത്? അതിന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള വഴി എന്താണെന്ന് പറയുമ്പോൾ യഥാഭൂതം പജാനാതി. അതായത് ദുഃഖം എങ്ങനെയോ അതിന് അതേപോലെ തന്നെ എപ്രകാരമാണോ ദുഃഖം വരുന്നത് അതിനെ അതേ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടും. യഥാഭൂതം, അതായത് ദർശനത്തിലൂടെയാണ് നമ്മൾക്ക് ഈ 4 ആര്യസത്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാകേണ്ടത്. ഇവിടെ വേണ്ടത് ദർശനമാണ്. യഥാഭൂതം, അതെപ്രകാരമോ അപ്രകാരം തന്നെ നമ്മൾ നോക്കണം. എന്നാൽ ഭോജ്യംഗം വരുന്ന സമയത്ത്, 7 ഭോജ്യംഗങ്ങൾ വരുന്ന സമയത്ത് അവിടെ വേണ്ടത് ഭാവനയാണ്. ഭോജ്യംഗങ്ങളെ നമ്മൾ വർദ്ധിപ്പിക്കണം, എന്നാൽ ആര്യസത്യങ്ങളെ നമ്മൾ ദർശിക്കണം. യഥാഭൂതം പജാനാതി, അതാണ് 4 ആര്യസത്യങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്.